ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഹൗറ റഫ്സീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ലൊരു മുരിഞ്ഞ ഉഴുന്നുവടൻ്റെ റെസിപ്പിയാണ്. നമ്മൾ തട്ടുകടയിൽ നിന്നെല്ലാം കിട്ടുന്ന അതേ ക്രിസ്പിനെസ്സെല്ലായിട്ടുള്ള നല്ല സൂപ്പർ വടയാണ് കേട്ടോ. ഇതിൽ കുറേ ട്രിക്സും ടിപ്സും ഉണ്ട്, ഒക്കെ ഞാൻ പറഞ്ഞു തരാം. വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം, എന്നാലും നല്ല മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ ഉഴുന്നുവടയിൽ എന്തൊക്കെ ചേർക്കണം എന്നുള്ളത് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയാണെന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം അല്ലേ. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കല്ലേ. ഒരു കപ്പ് ഉഴുന്ന് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി 2 കപ്പ് ഉഴുന്നുണ്ട്, പക്ഷേ ഇത്രയൊന്നും ഞാൻ എടുക്കുന്നില്ല. ഒരു കപ്പിൻ്റെ അളവാണ് ഞാൻ ഇന്നൊക്കെ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. 4 മണിക്കൂറോളം കുതിർത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം കുതിർത്ത് വെക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി ഞാൻ ഉഴുന്നരക്കുമ്പോൾ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടിപ്പ്, ഫസ്റ്റത്തെ ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. 1 ടേബിൾ സ്പൂണോളം ചോറ്. ഈ ചോറ് നമ്മൾ ഉഴുന്നിൽ കുറേശ്ശെ ഇട്ടിട്ട് 1 ടേബിൾ സ്പൂൺ മതി. അതായത് 1 കപ്പ് ഉഴുന്നിന് 1 ടേബിൾ സ്പൂണോളം ചോറ്. അപ്പോൾ ഈ ചോറ് കൂട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, തമ്മിലൊക്കെ കണ്ടുപോലെ ടിപ്സും ട്രിക്സാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ടിപ്സാണിത്. അതായത് 1 ടേബിൾ സ്പൂണോളം ചോറ് 1 കപ്പിന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പുറം ഭാഗം ഉണ്ടല്ലോ ക്രിസ്പി ആയിട്ട് കിടക്കുന്നത്, അത് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണ് ചോറ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഇനി കുറേശ്ശായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ചെറിയൊരു ജാറിൽ നമുക്ക് അരച്ചെടുക്കുക. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് അരച്ചാൽ മതി, കാരണം ഈ ഉഴുന്നരക്ക കുറച്ചൊരു പണിയാണല്ലേ. ഇനി ഞാനിവിടെ ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ അരിപ്പയിൽ. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്നിൻ്റെ വെള്ളം തന്നെ വന്നിട്ടുണ്ട്. ആ വെള്ളം തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂണോളം ഈ ഒരു ഇതിന് നമുക്ക് മിക്സിയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ അരക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ലൂസായി പോകാൻ പാടില്ല. എന്നാൽ അഥവാ നിങ്ങളോട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ വറുത്ത അരിപ്പൊടിയില്ലേ, അത് കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. എന്നാലും പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ അരിപ്പൊടി വേണമെന്നില്ല, പിന്നെ അത് സ്കിപ്പ് ചെയ്യുക. പിന്നെ അഥവാ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടാ. ഇപ്പം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഉഴുന്ന് അരച്ചിട്ട് കിട്ടേണ്ടത്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് അരച്ചെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് അരച്ചെടുക്കാം. ഞാനിവിടെ ബാക്കിയുള്ളതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കാരണം നമ്മൾ ചോറും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അത് എല്ലാം കൂടിയിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സാക്കി വെച്ച് കൊടുത്ത് ഞാനിത് ഒരു 6 മണിക്കൂറോളം ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അരച്ച് കഴിഞ്ഞിട്ട് ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടതിന് ശേഷമാണ് ഞാൻ പൊരിക്കുന്നുള്ളൂ. ഞാൻ രാവിലെ അരച്ച് വെച്ചിട്ട് പിന്നെ വൈകുന്നേരത്തേക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി രാവിലത്തേക്കാണ് വേണ്ടതാണെങ്കിൽ രാത്രി തന്നെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല. ഇനി എളുപ്പം 6 മണിക്കൂർ വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേങ്കിൽ കുറച്ച് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉഴുന്നുവട കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇനി 2 മണിക്കൂറോ 3 മണിക്കൂറോ നിങ്ങൾക്ക് പെട്ടെന്ന് ചുടണമെന്നെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അത്രക്കാരെ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് പറ്റുന്ന അത്രത്തോളം വെക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 6 മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 6 മണിക്കൂറോളം തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഉഴുന്നൊക്കെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ ഒരു പതഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് ഇതാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ചെറിയ ചെറിയ ബോൾസ് പോലെല്ലാം കാണുന്നില്ലേ. അപ്പോൾ ഇതേ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിലേക്ക്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, നമ്മളിപ്പോൾ 1 കപ്പ് ഉഴുന്നെല്ലാം എടുത്തിരിക്കുന്നത്. അതിന് ഒരു മീഡിയം സൈസ് ഉള്ളി, ഒരു മീഡിയം സൈസാണ്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളകും, 2 പച്ചമുളക് മതിയേ. ഇനി നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് ചോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ മുറിച്ചിട്ട് കൊടുക്കുക കൈ കൊണ്ട്. ഞാൻ ഇതെല്ലാം കൂടിയിട്ട് ഇതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒരുമിച്ചിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ഇതൊക്കെ ചുടുന്നതിൻ്റെ കുറച്ച് മുന്നേ അല്ല, ആ ചുടുന്ന ചട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെയെല്ലാം ആക്കി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഈ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂണ് കുരുമുളക് ചതച്ചതാണ്. അത് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ, ചതച്ചിട്ട് കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പോരാതെ ഒരു നുള്ള് സോഡ, ബേക്കിംഗ് പൗഡറിലെ സോഡ പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. എന്തായാലും മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം, എന്നാലന്ന് നല്ലൊരു ഉഴുന്നുവട കിട്ടും. നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം സോഡ പൗഡർ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇത് ആ ഇടേണ്ട ടൈം എന്ന് വെച്ചാൽ നമ്മൾ ചൂടുന്നതിൻ്റെ ഇപ്പോൾ ഇതൊക്കെ മിക്സ് ആക്കിയില്ലേ, ആ ഒരു ടൈമിലാണ് നമ്മൾ ആ സോഡ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ശേഷം നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച്
ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാകുമ്പോൾ ഏറ്റവും നല്ലത്. കട്ടിയുള്ള ചട്ടിയാകുമ്പോൾ നല്ല രസത്തിൽ പൊരിഞ്ഞ് വരും, പിന്നെ ഉള്ളൊക്കെ നന്നായിട്ട് വേവുകയും ചെയ്യും. അപ്പോൾ അതവിടെ ചൂടാകുന്നുണ്ട്, നമ്മൾ എണ്ണയൊക്കെ ചൂടായി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഫസ്റ്റ് കൈ കൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. നമ്മൾ ഈ 4 വിരലിൽ പിന്നെ ഇന്നൊന്ന് ബൗളാക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ ഉള്ളിലൊരു ഹോളാക്കിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ആദ്യത്തെ ട്രിക്ക്. ഇനി രണ്ടാമത്തെ ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ ഈ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ, നന്നായിട്ട്. അപ്പോൾ ഇതാ നല്ല മുരിഞ്ഞ് വന്നിട്ടുള്ള ഉഴുന്നുവടായിട്ടുണ്ട്. കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ വലിയൊരു പെർഫെക്റ്റ് വരില്ല, എന്നാലും എന്താ പറയുക നമ്മൾ ഈ അരക്കുന്നതിൻ്റെ ഇതുപോലെ അതിന് പോയിട്ടുണ്ടെങ്കിൽ വലിയ പെർഫെക്റ്റ് ആവില്ല. പക്ഷേങ്കിൽ നല്ല ടൈറ്റിൽ അരച്ചതാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഷേപ്പിൽ വരും. അപ്പോൾ ഇനിയും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. നമ്മളെ കയ്യിൽ നിന്ന് അധികം ഇതാക്കാൻ പാടില്ല. ഇങ്ങനെ ഇതേ രൂപത്തിൽ ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കാണുന്നില്ല, ആ ഒരു രൂപത്തിൽ തന്നെ കൈ നനച്ചു കൊടുക്കാൻ മറന്നു പോരുത്. ഉഴുന്നെടുക്കുന്നതിന് മുന്നേ വെള്ളത്തിൽ നനച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ നല്ല മുരിഞ്ഞ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇന്നൊക്കെ ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ ട്രിക്കാണ്. അതായിരിക്കും എനിക്ക് തോന്നുന്നത് ഇന്നൊക്കെ കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളത്. ഇങ്ങനെയുള്ളൊരു അരിപ്പ, അതായത് നമ്മളെ ഒരു സ്റ്റീലിൻ്റെ അരിപ്പയില്ലേ, നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലേ, അതിൻ്റെ ബാക്ക് വശം ഒന്ന് നമ്മളൊന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ബൗളാക്കിയിട്ട് പിന്നെ എടുത്തിട്ട് ഈ അരിപ്പൻ്റെ ബാക്ക് സൈഡിലൊന്ന് ഷേപ്പാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒന്ന് തൊട്ടിട്ട് ഒന്ന് നമുക്ക് എന്താക്കുക അവിടെ ഒരു ഹോള് വെച്ച് കൊടുക്കുക. നമ്മൾ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നൊരു ട്രിക്കാണിത്. ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. പ്ലാസ്റ്റിക് കൊണ്ട് ചെയ്യരുത്, ഇങ്ങനത്തെ അതേ അരിപ്പ തന്നെ മതി. മറ്റേതാകുമ്പോൾ അറിയാലോ ഉരുകി പോവുമല്ലോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതായിരിക്കും എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ട്രിക്ക്. അപ്പോൾ ഇതാ കണ്ട നല്ല അതിനെക്കാട്ടി മറ്റേതിനെക്കാട്ടിയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് കൈ കൊണ്ടാന്നേ. അപ്പോൾ ഇന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തുടക്കക്കാർക്കെല്ലാം ഇന്നുകൂടെ നല്ല നന്നാകാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതാ നല്ല മുരിഞ്ഞ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊക്കെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞു തന്ന ടിപ്സും ട്രിക്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പുതിയ വെറൈറ്റി റെസിപ്പികളുമായിട്ടും പുതിയ ട്രിക്സും ടിപ്സും എല്ലാം ആയിട്ട് വരുന്നതാണ്. തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേപോലെ തന്നെയുള്ളൊരു ഉഴുന്നുവടയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ കുറേ മണിക്കൂറോളം ഈ ക്രിസ്പി അതുപോലെ തന്നെ ഉണ്ടാവും. ആ മുരുമുരുപ്പില്ല തൊലി ഭാഗത്തുള്ള അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉഴുന്നുവട നല്ല ക്രിസ്പി മുരിഞ്ഞിട്ടുണ്ടാവും. പുറം ഭാഗം ഉള്ളിൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കും. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.